ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDFിനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട്ട് LDFിന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തു. അവിടെ LDFിന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചേലക്കരയിലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാനും LDF സ്ഥാനാർത്ഥിക്കായി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലേ? ശക്തി ആർജിച്ചോ LDF? ശ്രീ VK സനോജ് CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന് സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി ചേർന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ VK സനോജ്, അങ്ങനെ കേൾക്കാമോ? ശ്രീ VK സനോജ്, ഇപ്പോ മൂന്നാം വട്ടവും LDF എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണോ ചേലക്കരയിലെയും പാലക്കാട്ടെയും തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായിട്ടും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമെന്നും പാലക്കാടും അതുപോലെ തന്നെ വയനാടും തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണെന്നും അതുകൊണ്ട് പാലക്കാടും വയനാടും തങ്ങൾ ഉറപ്പായും ജയിക്കും. ചേലക്കരയിൽ നടക്കുന്ന ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി UDF വലിയ രൂപത്തിൽ വിജയിക്കുമെന്നും അത് 2026 ചൂണ്ടുപലകയാണെന്നുമെല്ലാം വളരെ കൃത്യമായി പ്രസംഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ആശയതലം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ 3 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിരാശയാണ് UDFിൻ്റെ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ കുറവുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചേലക്കരയിൽ ഇതാ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് വലിയ ജീവിത ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ദുരിതം അവസാനിച്ച് കിട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമായിരുന്നു. പക്ഷെ ആ പ്രചരണത്തെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കാരണം ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനിടയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ പല രൂപത്തിലും പല വിധത്തിൽ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി ചില തെറ്റിദ്ധാരണയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ തെറ്റിദ്ധാരണയെല്ലാം പതുക്കെ മായുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പ്രധാനമായിട്ടും പെൻഷനും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള ചില മുടക്കം, അപ്പം അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ടും ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഉപരോധമാണ്. അതിപ്പോൾ കൂടുതൽ മനസ്സിലായത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ എന്നിട്ടും കേരളത്തിന് വയനാടിന് ഒരു 5 പൈസയുടെ സഹായം കൊടുത്തിട്ടില്ല. അപ്പോൾ കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പകപോക്കൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി എന്ന് ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി, ചേലക്കരയിലെ ജനങ്ങൾ മനസ്സിലാക്കി. ആ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾ ഇനിയും മനസ്സിലാക്കും. 2026 തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള വിധിയെഴുത്തായി ആ തെരഞ്ഞെടുപ്പിനെ മാറ്റും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ശരി, ഒറ്റ കാര്യം കൂടി ശ്രീ VK സനോജ്, ഇതിപ്പോ നോക്കൂ, ശരിയാണ്, ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എങ്കിൽ സ്വാഭാവികമായും ചേലക്കര പോലെ ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്കെതിരായൊരു വിധിയെഴുത്തുണ്ടാവേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് പറയുന്നത് LDFന് നൽകുന്ന ആത്മവിശ്വാസം വലുതു തന്നെയാണ്. അവിടെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ കാര്യം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂരിപക്ഷം 3/1 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്. 2021 83,000 വോട്ടുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് 54% വോട്ട് വിഹിതം അവിടെ ഉണ്ടായി. അതാണ്
64,000 വോട്ടായും 41% ചുരുങ്ങിയിരിക്കുന്നത്. അവിടെ വളർന്നത് ആരാണ്? BJP യുടെ വോട്ട് ശതമാനമാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊരു രാഷ്ട്രീയ വിജയമായോ വമ്പിച്ച തിരഞ്ഞെടുപ്പ് വിജയമായോ കാണുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം. അല്ല, അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 2011 UDFിൻ്റെ വലിയ തരംഗമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ സഖാവിന് ചേലക്കരയിൽ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? നിങ്ങളത് പരിശോധിക്കൂ. അതിനുശേഷമാണ് 2016 ഇടതുപക്ഷത്തിൻ്റെ വലിയ തരംഗം ഉണ്ടായി. ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 2016 അന്നവിടെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ മത്സരിച്ചത് UR പ്രദീപായിരുന്നു. അന്ന് 2016 കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് 2024 UR പ്രദീപിന് കിട്ടിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ സഖാവിന് അവിടെ ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും നല്ലതുപോലെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് രാധാകൃഷ്ണൻ സഖാവിന് കിട്ടുന്ന വോട്ടാണ്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ 2016 ഏറ്റവും വലിയ തരംഗമുണ്ടായ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രദീപിന് ഇന്ന് പ്രദീപ് വീണ്ടും മത്സരിക്കുമ്പോൾ കിട്ടിയെന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിജയമല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പം അതുകൊണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിനെതിരായി UDF വമ്പിച്ച രീതിയിൽ വിജയിക്കുമെന്ന് 67,000 വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 2016 എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ള കണക്ക്. വ്യത്യാസമുണ്ടോ ശ്രീ VK സനോജ്? അന്ന് 67,000 വോട്ടുകളുണ്ട്, 44%. ഞാൻ ആ കണക്കിലേക്ക് വരാം. അടുത്ത റൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ട കണക്ക് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ എടുത്തു വെച്ച കണക്കിപ്പോൾ ഇല്ല. ഏതായാലും 2016 കൂടുതൽ വോട്ട് 2024 UR പ്രദീപ് മത്സരിച്ചപ്പോൾ ഉണ്ടായി എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ 2016 ശക്തമായ ഇടതുപക്ഷ തരംഗം തന്നെയാണ്. പക്ഷെ അന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ 2016 ഭരണം തുടങ്ങിയിട്ട് എത്ര വർഷമായി മാധു? 8 വർഷമായില്ലേ? 9ാമത്തെ വർഷത്തിലേക്ക് പോവുകയല്ലേ? അപ്പോൾ 2016 നല്ല നിലയിൽ ഇടത് തരംഗമുണ്ടായ ഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ 2016 നിങ്ങൾ ഭരണം നേടിയ വർഷമാണ്. അതിനുശേഷം 2021 കെ രാധാകൃഷ്ണൻ, നിങ്ങളുടെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കെ രാധാകൃഷ്ണൻ 83,000 വോട്ടായി അത് വർദ്ധിപ്പിക്കുന്നു. ലോക്സഭയിൽ ശരിയാണ്, വോട്ട് ശതമാനം പാറ്റേൺ വേറെയാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ്. 2024 അത് 64,000 വോട്ടായും 41% കുറയുന്നു എന്നുള്ളതാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ വിജയിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 8 വർഷമായി തുടരുന്ന ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിജയം തന്നെയാണ്. എന്റെ വാദം മധു അല്ലെ, എന്റെ വാദം 2016 ശക്തമായ ഇടത് അനുകൂല തരംഗമുണ്ടായ ഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ വോട്ട് 8 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിനുള്ള അംഗീകാരമല്ലായിട്ട് എന്തായിട്ട് അതിനെ കാണേണ്ടത്? പിന്നെ ഞാൻ പറഞ്ഞത് രാധാകൃഷ്ണൻ സഖാവിന് കിട്ടുന്ന വോട്ട് വേറെയാണ്. അത് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി കിട്ടുന്ന വോട്ട് അവിടെ മത്സരിക്കുന്ന വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ കിട്ടുമോ? രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന വോട്ട് അവിടെ വേറൊരാൾ മത്സരിച്ചാൽ കിട്ടില്ലല്ലോ. ഷാനവാസിന് എത്രയായിരുന്നു നേരത്തെ കിട്ടിയത്? അപ്പൊ അങ്ങനെയെല്ലാമുള്ള കാര്യം വേറെയുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ 2016 ശക്തമായ ഇടത് തരംഗമുണ്ടായ ഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് 8 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം ഇത്രയേറെ മാധ്യമങ്ങളും വലതുപക്ഷവും BJP എല്ലാവരും കൂടി സംഘടിതമായി പാലക്കാട് ഏതാണ്ട് 5 ഇരട്ടി ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ മത്സരിച്ചതിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ UDFന് സ്വന്തമാകുന്നത്. നിങ്ങൾക്ക് തുടർഭരണം നൽകിയ ഒരു സമയത്ത് പോലും, അതായത് ശക്തമായ ഇടതു തരംഗമുണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ ഒരു MLA തെരഞ്ഞെടുത്തെടുത്ത് ഉണ്ടായതിനേക്കാൾ 5 ഇരട്ടി. അപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ അവർക്ക് UDF പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന മേന്മയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു കാര്യം ആലോചിക്കേണ്ടത്, 2016 2021 ഞങ്ങൾക്ക് ഭരണം കിട്ടി. ഇപ്പൊ 2021 ഭരണം കിട്ടിയ സമയത്ത് കേരളത്തിൽ 3 മണ്ഡലത്തിൽ മാത്രമാണ് ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോയത്. അതിലൊന്ന് കാസർഗോഡാണ്, 2 മഞ്ചേശ്വരമാണ്, 3 പാലക്കാടാണ്. പാലക്കാടും മഞ്ചേശ്വരവും കാസർഗോഡും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന വോട്ടിന് ഒരു പരിധിയുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ അതിൻ്റെ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അത് തിരുത്താൻ ആവശ്യമായ, അവിടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി സംഘടിപ്പിച്ചു എന്നാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ചേലക്കരയിൽ UDFന് പിടിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പരിധിയില്ലേ? പാലക്കാട് നിങ്ങൾക്കുള്ള പരിമിതി ചേലക്കരയിൽ UDFനുമില്ലേ? നിങ്ങൾ 10-28 വർഷമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമല്ലേ ചേലക്കരയിൽ?
ചേലക്കരയിൽ UDF 2ാം സ്ഥാനത്തായിരുന്നല്ലോ. മാത്രമല്ല രമ്യ ഹരിദാസ് അവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടത്രയ ചേലക്കര മണ്ഡലത്തിൽ മാത്രം. രാധാകൃഷ്ണ സഖാവും രമ്യക്കും കിട്ടിയ വോട്ടിൽ എത്രയാണ് വ്യത്യാസം? അതിൽ കൂടുതൽ ഉണ്ടായല്ലോ. അല്ല, പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പൊതുസ്വഭാവം കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ചേലക്കര അങ്ങനെയാണെങ്കിൽ LDFന്റെ ഉറച്ച കോട്ടയിൽ ഇപ്പൊ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾക്കപ്പുറത്ത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണല്ലോ ചേലക്കര. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രചരണമായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വന്നിട്ട് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത് 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഇത് കാണും എന്നാണ്. 2026 UDF നേടാൻ വേണ്ടി പോകുന്ന രാഷ്ട്രീയ വിജയത്തിന്റെ ദിശാസൂചകയായിട്ടാണ് ഇത് മാറും എന്ന് പറഞ്ഞത്. അവിടെയാണ് കോൺഗ്രസിന് അടിതെറ്റിപ്പോയത്. കോൺഗ്രസ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റതികളിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ കേൾക്കാമോ? ശരി ശരി ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ 2026 ദിശാസൂചികയെന്ന് ചേലക്കരയെ നിങ്ങൾ കണ്ടിരുന്നോ? ചേലക്കരയിൽ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഒരു റൗണ്ടിൽ മാത്രമാണ് ഒന്ന് ലീഡ് എടുത്തു പോകാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കഴിയാതെ ഇരുന്നത്. ഇതാ നോക്കൂ, 3ാം വട്ടവും LDF സർക്കാർ എന്ന ആത്മവിശ്വാസം LDFന് ആകെ പകരുന്ന ഒരു വിജയമായിട്ടാണ് ചേലക്കരയിലെയും പാലക്കാട്ടെ മുന്നേറ്റത്തെയും ഒക്കെ കാണുന്നത്. 3ാം വട്ടവും പ്രതിപക്ഷത്ത് നിങ്ങൾ ഇരിക്കും എന്നാണ് ആ ആത്മവിശ്വാസത്തിന്റെ അർത്ഥം. മാധവ്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. അവർ ആ ആത്മവിശ്വാസത്തിൽ തന്നെ ഇരിക്കണം. കാരണം ചേലക്കരയും പാലക്കാടുമുള്ള അവർ പറയുന്നത്, ഇപ്പം ചേലക്കര തന്നെ ആദ്യം പറയും. കാരണം ഞങ്ങൾ തോറ്റ സീറ്റാണല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ചേലക്കരയിലെ ആളുകൾ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. ഇവർ പറയുന്ന 3.0, അതായത് അടുത്ത വീണ്ടും തുടർഭരണം പിണറായി സർക്കാരിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ LDF ജയിച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 39,400 നിന്ന് 12,201 ഭൂരിപക്ഷം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് ഏകദേശം 27,199 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം തുടർഭരണം കൊടുക്കണമെന്ന് വിചാരിച്ചതിൽ നിന്ന് അത്ര ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നില്ല തുടർഭരണം കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ചേലക്കരയും പാലക്കാടും നിങ്ങൾ കമ്പയർ ചെയ്തോ? ബൈ ഇലക്ഷൻ നടത്തുന്ന മറ്റ് സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്തോ? ചേലക്കരയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വന്നതല്ലേ? ഏറ്റവും പ്രയാസത്തിൽ കഴിയുന്ന ജനങ്ങളുള്ള ഒരു മണ്ഡലമല്ലേ ചേലക്കര? ഞാൻ പറയുന്ന ചേലക്കരയിൽ ഈ ബൈ ഇലക്ഷനും കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, CPM 28 വർഷക്കാലമായിട്ട് CPMന്റെ MLA ഉള്ളൊരു മണ്ഡലത്തിൽ എത്രത്തോളം വികസനം നടത്താൻ പറ്റുമെന്ന് ഇവർ കാണിച്ചു തന്നു. ഇവർ നവകേരള സദസ്സൊക്കെ നടത്തിയ ആളുകളല്ലേ. അപ്പോൾ ഈ നവകേരള സദസ്സ് ചേലക്കര മണ്ഡലത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വർഷം 1.5 വർഷം ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചേലക്കര മണ്ഡലത്തിലെ മനുഷ്യർക്ക് കൂടി മറ്റ് മണ്ഡലങ്ങളിലേതിന് തുല്യമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെയും നടത്തണം. എന്നിട്ട് വേണം തുടർഭരണത്തെക്കുറിച്ച് അവകാശപ്പെടുക. രണ്ടാമത്തത് പാലക്കാട്. നിങ്ങൾ 8.5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റിയില്ല, സ്വന്തം പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയില്ല. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വന്ന വ്യക്തിയെ നിങ്ങൾ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു. അത് നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ തുടർഭരണത്തിന് അനുകൂല തരംഗം ഉണ്ടാക്കും എന്ന് പറയുന്നത് എന്താ? ഈ 700 വോട്ട് അധികം കിട്ടിയതിനെ കുറിച്ചിട്ടാണോ? അപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ആ മണ്ഡല പുനർനിർണയത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷം നേടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് തുടർഭരണം കൊടുക്കണമെന്ന് പാലക്കാട്ടുകാർ വിചാരിച്ചതിന്റെ ലക്ഷണമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? മണ്ഡലത്തെ പറ്റി അവകാശവാദങ്ങൾ ഏറെ ഉന്നയിക്കാൻ കഴിയും ഡോക്ടർ ജിൻഡോ ജോൺ. നോക്കൂ, പക്ഷേ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് നിങ്ങൾ ചേലക്കരയെ എടുത്തതെങ്കിൽ ശരിയാണ്, നിങ്ങൾ വലിയ സംഘടനാ സംവിധാനം അതിന്റെ ശേഷിയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് കുറച്ചത് നിങ്ങളാണോ? ഡോക്ടർ ജിൻഡോ ജോൺ, അവിടെ വോട്ട് കൂട്ടിയത് ആരാണ്? BJP ആണ്. അല്ല, അപ്പോൾ അതിനെങ്ങനെയാണ് കാണാൻ പറ്റുക? ഞങ്ങൾക്ക് അവിടെ ഇല്ലാതിരുന്ന ഒരു സംഘടനാ സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കി ആ സ്ട്രക്ചറിൽ പ്രവർത്തിച്ച് രമ്യ ഹരിദാസിന് 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചില്ലേ? അതായത് കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്ക് 2021 കിട്ടതിനേക്കാൾ 10,000-ഓളം വോട്ട് രമ്യ ഹരിദാസിന് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കൂടിയത്? മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ കത്തിച്ച് നിർത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും അതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ന്യൂനപക്ഷ മോർച്ച പോലെയുള്ള ആളുകൾ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. BJPക്ക് അങ്ങനെ
അങ്ങനെ വോട്ട് കൂടിയിട്ടുണ്ടോ? BJP വോട്ട് കൂടിയതിനെ കുറിച്ചിട്ടല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങൾക്ക് 10,000-ഓളം വോട്ട് കൂടുന്നു. 2021 നിന്ന് ഈ ബൈ ഇലക്ഷനിൽ വരുമ്പോൾ 10,000-ഓളം വോട്ട് കൂടുന്നു. LDFന്റെ വോട്ട് 27,199 വോട്ട് കുറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ ലക്ഷണം കാണിക്കുന്ന UDFന് അനുകൂലമായി എനിക്കറിയില്ല. അങ്ങ് പറയുന്നത് നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത ഒരിടമെന്നാണ്. 8 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും സംഘടനാ സംവിധാനം ഇല്ലാതെ പോകുന്നത്? ഭരണത്തിന്റെ ആലസ്യത്തിലിരിക്കുമ്പോൾ സംഘടനാ സംവിധാനം തുരുമ്പിച്ചു പോകുന്ന മനസ്സിലാകും. തുടർ ഭരണം LDFനെങ്കിൽ തുടർ പ്രതിപക്ഷ സ്ഥാനം, തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ള ഒരു സംഘടനയ്ക്ക് 8 വർഷം കൊണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ് സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നത് എന്നാണോ? അങ്ങനെയല്ല. ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്ഥലമെന്നല്ല. ഞങ്ങൾ ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകും, ചില മണ്ഡലങ്ങളിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള സംവിധാനമായിരിക്കില്ല, കുറെ കൂടി ദുർബലമായിട്ടുള്ള സംവിധാനമായിരിക്കും. അത്ര ശക്തമല്ലാത്തൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന സ്ഥലമാണ് ചേലക്കര. അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ ഇല്ല എന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യം ഇല്ല എന്ന് മാതൃഭൂമിയുടെ ഫ്ലോറിലൂടെ പറയാൻ മാത്രം അത്രത്തോളം മൗഢ്യമായിട്ടുള്ള ഒരു നിലപാടൊന്നും എനിക്കില്ല. പക്ഷെ ഞങ്ങളുടെ ദുർബലമായിട്ടുള്ള പല സംഘടനാ സംവിധാനവും ഞങ്ങൾ കുറെ കൂടി ശക്തമായിട്ട് അവിടെ സ്ട്രക്ചർ ഉണ്ടാക്കി മത്സരിച്ചു. ഞങ്ങളുടെ വോട്ടുകളുടെ എണ്ണം 10,000-ഓളം വർദ്ധിപ്പിച്ചു. LDFന്റെ വോട്ട് 27,000 ചില്ലാനും വോട്ട് ഞങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു. അവിടെ 40,000 വോട്ടിന് ജയിക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി 12,000-ലേക്ക് താഴുന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷം താഴുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് മാധു? സാമാന്യ മര്യാദ അനുസരിച്ച് ഏത് സാമാന്യ ബോധമുള്ള ആൾക്ക് മനസ്സിലാവില്ലേ സംസ്ഥാനം കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമല്ല അവിടുത്തെ ആളുകളെന്ന്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ആളുകളിൽ 10,27,000 പേര് എന്തായാലും LDFന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അത് തുടർഭരണത്തിനുള്ള പിന്തുണയായിട്ടാണ് കാണുന്നത്. ചില മണ്ഡലങ്ങളിൽ എത്ര ശക്തമായിട്ടുള്ള പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയാലും ജയിക്കുന്ന മണ്ഡലങ്ങളില്ലേ? അത്തരം മണ്ഡലങ്ങളിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തെളിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ വ്യാജമായ അഭിപ്രായങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായി കാണേണ്ടതുണ്ടോ? അദ്ദേഹത്തിന്റെ തികഞ്ഞ ആത്മവിശ്വാസം LDFന്റെ മുഴുവൻ ആത്മവിശ്വാസമാണത്. ആത്മവിശ്വാസം അവർക്ക് നൽകുന്നത് ചേലക്കരയിലുണ്ടായ വിജയമാണ്. അല്ല, ചേലക്കരയിൽ ഉണ്ടായ വിജയം അവർ വിജയമായിട്ട് കാണുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശവും അത് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയും PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞ കാര്യം അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും നീട്ടി പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലടക്കം വോട്ട് കൂടുതൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അതിന്റെ അർത്ഥം എന്താ? ധർമ്മട മണ്ഡലത്തിലടക്കം സുധാകരന് കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പിണറായിലെ പാറപ്പുറം ഭാഗം വരുന്ന ആ ബൂത്തിലടക്കം കോൺഗ്രസിന് വോട്ട് കൂടുന്നുണ്ടായി, BJPക്ക് വോട്ട് കൂടുന്നുണ്ടായി. എന്തായാലും CPM-കാരായിരിക്കുമല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? തുടർഭരണത്തിനുള്ള സന്ദേശമാണോ? ഇനി അതിനപ്പുറത്ത് ഇവർ തുടർഭരണത്തിനുള്ള സന്ദേശമാണെന്ന് വിശ്വസിച്ച് ഇനി ഒരു ഘട്ടവും കൂടി CPM-ന് പിണറായി വിജയന്റെ സർക്കാരിന് മൂന്നാമതൊരു അവസരം കൂടി കൊടുത്താൽ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളാരും പറഞ്ഞു മനസ്സിലാക്കേണ്ട. സഖാക്കന്മാർക്ക് തന്നെ അറിയാലോ. കൊഴിഞ്ഞാമ്പാറയിലെ ലോക്കൽ സമ്മേളനം, വിമത സമ്മേളനം ഒക്കെ തരുന്ന സന്ദേശം എന്താണ്? ശരി, ഓക്കെ. ശ്രീ VP ശ്രീപത്മനാഭൻ, എന്താ BJP ഞങ്ങൾ മുകളിലേക്ക് വളരുന്ന പാർട്ടിയാണ്, ഞങ്ങൾ മാത്രമാണ് വളരുന്ന പാർട്ടി, കോൺഗ്രസ് ആണെങ്കിൽ രാജ്യം മുഴുവൻ പടവലങ്ങ പോലെ വളരുന്ന ഒരു പാർട്ടിയാണ്, CPM ഇന്ത്യയിൽ ആകെ ശോഷിച്ചത് അറബിക്കടലിന്റെ അങ്ങേയറ്റത്തേക്ക് ഒരൊറ്റ ഒന്നും കൂടെ ഉണ്ടായ അറബിക്കടലിൽ. ഇതൊക്കെ ഈ പറയുന്ന ഇതേ ഫ്ലോറിലിരുന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ തന്നെ പല BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് പല സമയത്ത് കേട്ട പരാമർശങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്തരം പരാമർശങ്ങളിൽ നിൽക്കവെയാണ് പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുന്നോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും കയ്യിലേക്ക് വന്നു എന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം തന്നെ വിശ്വസിക്കുകയും ചെയ്തത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. പാലക്കാട് ആണോ നിങ്ങൾക്ക് മുന്നിലുള്ള മാതൃക? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്സഡായ ഫലങ്ങളുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. വയനാട്ടിൽ 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏതാണ്ട് അത്ര ശതമാനം വോട്ട്, കാരണം അന്ന് പോൾ ചെയ്തതിനേക്കാൾ 1,32,000 വോട്ട് കുറവാണ് പോൾ ചെയ്തത്. ഞങ്ങൾക്ക് കുറഞ്ഞത് ഏതാണ്ട് 30,000 വോട്ടാണ്. ഞങ്ങൾക്ക് 1,41,000 ഉള്ളത് 1,10,000 വോട്ട് കിട്ടി. അപ്പോൾ 1,32,000 വോട്ട് കുറഞ്ഞപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു കുറവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ അത്ര തന്നെ ശതമാനം വോട്ട് കിട്ടി. ചേലക്കരയിൽ ഞങ്ങൾക്ക് 9,600 വോട്ട് വർദ്ധിച്ചു. കഴിഞ്ഞ തവണ, അതായത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 9,600 വോട്ട് എന്ന് വെച്ചാൽ ഞങ്ങളെ ഇതുവരെ
കിട്ടിയതിൽ വെച്ച് ഏറ്റവും റെക്കോർഡ് വോട്ട് കിട്ടി. പാലക്കാട് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ശ്രീധരൻ സാറ് മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 10,000-ലധികം വോട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു മിക്സഡ് റിസൾട്ടാണ്. ഓരോ തെരഞ്ഞെടുപ്പിനും അതാത് നിയോജക മണ്ഡലത്തിൻ്റെ ഘടന, ആ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ആ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് പലതരത്തിലുമുള്ള വ്യതിയാനങ്ങൾ വോട്ടിങ്ങിൽ സംഭവിക്കും. അത് സ്വാഭാവികമാണ്. പിന്നെ ഈ ചർച്ചയിലെ പ്രധാന വിഷയം ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ചയുടെ സൂചനയാണോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ്. ഞാൻ പറയുന്നത് രാജ്യത്ത് ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക. അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഏറ്റവും എളുപ്പമുള്ളത് മഹാരാഷ്ട്ര. 4-5 മാസം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 30 സീറ്റാണ് കിട്ടിയത്. വെറും 30 സീറ്റ്. ആ 30 സീറ്റിൽ ഞങ്ങൾക്ക് ഇവർക്ക് ഈ ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് 17 സീറ്റ്. അപ്പം 48 സീറ്റിൽ 30 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ഞങ്ങൾക്ക് 17 സീറ്റും കിട്ടി. ഇത്തവണ ഞങ്ങൾക്ക് അവിടെ സാഹചര്യത്തിൽ മാറ്റമുണ്ടായി, ഞങ്ങൾ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ അവിടുത്തെ BJPയുടെ നേതാക്കന്മാരായി സംസാരിച്ചപ്പോൾ അവരേതാണ്ട് 180 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 236 സീറ്റ് കിട്ടി. ഇതിനിടയിൽ ഒരു തമാശ മഹാരാഷ്ട്ര പറയുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്നങ്ങ് പറയുന്നു. ശരിയാണ്, മഹാരാഷ്ട്ര പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, കാരണം അത് വിജയിച്ച ഇടമാണല്ലോ. അല്ലല്ല, നമ്മൾ പരാജയപ്പെട്ട ഒരു കാര്യം കൂടി ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാരാഷ്ട്രയിലെ നന്ദദ് ലോക്സഭാ സീറ്റ് ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ്. അവിടെ ആ ലോക്സഭാ സീറ്റിൻ്റെ കീഴിലുള്ള 8 അസംബ്ലി സീറ്റിൽ 7 എണ്ണത്തിലും ഞങ്ങളെ സഖ്യം ജയിച്ചു. പക്ഷേ ആ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു. അത് കോൺഗ്രസ് നിലനിർത്തി. അപ്പോൾ 8-7 അസംബ്ലി സീറ്റിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഖ്യം ജയിക്കുമ്പോൾ ആ ലോക്സഭ 1400 വോട്ടിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതാ പറയുന്നത്, നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വെച്ചിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അളക്കണ്ട. കാരണം 1.5 വർഷമുണ്ട്. 1.5 വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് BJPക്ക് കേരളത്തിൽ ഈ പറയുന്ന ഒരു വിജയത്തിന്റെ പാറ്റേൺ സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ശരിയാണ്, സുരേഷ് ഗോപി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം സമാഹരിക്കാൻ കഴിയുന്ന, സുരേഷ് ഗോപി എന്ന ആൾക്ക് അധികമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിങ്ങളെ തേടിയെത്തുന്നു, അദ്ദേഹം വിജയിക്കുന്നു. ഈ ശ്രീധരൻ നിൽക്കുമ്പോൾ പാർട്ടിക്ക് അതീതമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അതിനെ തുളയ്ക്കുന്നു. രാജഗോപാൽ നിൽക്കുമ്പോൾ, രാജഗോപാലിന്റെ കുറേ കാലമായി നിയമത്തിൽ നിൽക്കുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു അവസരം കൂടി എന്ന് പറയുന്നൊരു ചിന്ത അദ്ദേഹത്തിന് തുണയാണ്. അതിനപ്പോൾ പൊളിറ്റിക്കൽ വോട്ട് നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, അതിന് ഞങ്ങളൊരു വലിയ മുന്നണിയല്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ CPI എന്ന് പറയുന്ന കേരളത്തിലെ പല ജില്ലകളിലും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അവർക്ക് MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അതോടൊപ്പം INL ഉണ്ട്. അതോടൊപ്പം കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗമായ മാണി വിഭാഗമുണ്ട്. അവരൊരു വലിയ മുന്നണിയാണ്. നിങ്ങൾ വലതുപക്ഷത്ത് നോക്ക്, കോൺഗ്രസിനോടൊപ്പം മലബാറിൽ അതിശക്തമായ സാന്നിധ്യമുള്ള മുസ്ലിം ലീഗുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ RSP വിഭാഗമുണ്ട്. 2 വിഭാഗം RSP 2 കൂട്ടരുടെ കൂടെയുണ്ട്. അവർ വിശാലമായ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു വലിയ മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ 2 പ്രബല മുന്നണികൾക്കിടയിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഞങ്ങൾ കേരളത്തിൽ ഈ 2 വലിയ മുന്നണികളുടെ നടുക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും വലിയ ശക്തിയുള്ള ഘടകകക്ഷികൾ, MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഘടകകക്ഷികൾ. ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ആരുടെ സഹായവും ഇല്ലാതെ MLA-മാരെ സൃഷ്ടിക്കാൻ ശേഷിയുടെ ഒരു പാർട്ടിയാണ് അവർ. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ മലപ്പുറത്ത് അവർക്ക് MLA-മാരുണ്ടാവും. അത്തരത്തിലുള്ള ശക്തമായ ഒരു ഘടകകക്ഷി കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. CPI എന്ന ശക്തമായ ഘടകകക്ഷി കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയുണ്ട്. കേരള കോൺഗ്രസ് മാണിയുണ്ട്, INL ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇതിനൊക്കെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോൾ BJP ഒറ്റയ്ക്ക് മത്സരിച്ചു, 18% വോട്ട് കിട്ടി. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ വന്ന് സഖ്യം ചേരും എന്നതും കൂടി ഒരു ചോദ്യമാണ്. തൽക്കാലം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക. ശരി ശരി ശരി. ശ്രീ VK സനോജ്,
ഇപ്പൊ ജിൻഡോ ജോൺ ചോദിക്കുകയാണ്, സഖാക്കന്മാർ പറയണം ഈ 3.0 വേണമോ എന്നുള്ളത്, അത് കഴിഞ്ഞാലുള്ള സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യം, അതായത് മുമ്പ് സച്ചിദാനന്ദൻ അത്തരമൊരു വിമർശനം ഒരു അഭിമുഖത്തിന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുണ്ട്, നിങ്ങളുമായി രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന്. അങ്ങനെ മൂന്നാമതും ഒരു സർക്കാർ എന്നതുണ്ടായാൽ അത് CPM-ന്റെ തന്നെ രാഷ്ട്രീയമായ ഒരു മുന്നോട്ട് പോക്കിന്, അല്ലെങ്കിൽ CPM-ന് ഉണ്ട് എന്ന് CPM തന്നെ പറയുന്ന പല കാര്യങ്ങൾക്ക് വിഘാതമായ സംഭവങ്ങൾക്ക് കാരണമാകും എന്ന ഒരു വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, മുൻപ് വളരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് CPM കാണുന്നത്? അല്ല, ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ സഖാക്കൾ തന്നെ ആ കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ജിൻഡോ ജോണിനും കോൺഗ്രസിനും മനസ്സിലായി തുടങ്ങി എന്ന് വേണം കാണാൻ. കാരണം ആ ഭയത്തിൽ നിന്നാണ് സഖാക്കളായിട്ടുള്ള നിങ്ങളെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ തുടർഭരണത്തെയും LDF-ൻ്റെ മുന്നേറ്റത്തെയും തടഞ്ഞെടുത്താൻ വേണ്ടി കഴിയൂ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ പരസ്യമായി സമ്മതിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും അതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ സച്ചിദാനന്ദ മാഷൊക്കെ പറഞ്ഞത് വേറൊരു കാര്യമാണ്, അദ്ദേഹം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിശീലനം നടത്തിയിട്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നാട് വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. ഈ നാട് ഇനിയും പുരോഗതിയിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല നിലയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലനമാണ് ഒരു തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ആരുടെ കൈകളിലേക്കാണ് എത്തിക്കേണ്ടത്? ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചേലക്കരയിൽ അത്ര വലിയ സംഘടനാ സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സംഘടനാ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. കാരണം കോൺഗ്രസിനകത്ത് ഇപ്പം തന്നെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് 3-4 ആളുകൾ കുപ്പായമിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് ആണെങ്കിൽ RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന തിരക്കാണ്. കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണെങ്കിൽ പിന്നെ RSS-ന് കാര്യാലയം നിർമ്മിക്കാൻ സ്വത്ത് എഴുതി കൊടുക്കുന്ന തിരക്കിലാണ്. ഇവരുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ RSS-ന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന തിരക്കാണ്. ഇവരുടെ ചില സ്ഥാനാർത്ഥികളാണെങ്കിൽ SDPI എന്ന് പറയാൻ പോലും ഭയം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുടെ എല്ലാം വോട്ട് സമാഹരിക്കുന്ന തിരക്കിലാണ്. അപ്പം ഇങ്ങനെയെല്ലാമുള്ള പല പല തിരക്കുകൾക്കിടയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് ഇവർക്ക് 9 വർഷം 8 വർഷം തുടർച്ചയായിട്ട് പ്രതിപക്ഷത്ത് ഇരുന്നിട്ടും അവർക്ക് കാര്യമായ നിലയിൽ ഒരു സംഘടനാ സംവിധാനമൊന്നും എവിടെയും ഒരുക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നത് ജിൻഡോ ജോൺ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ശക്തമായ ഒരു ഭരണവും ഈ ഭരണത്തിൻ്റെ തുടർച്ചയും ഇപ്പോൾ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമാണ്. നിങ്ങളൊന്ന് നോക്ക്, കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് ഈ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ തടസ്സപ്പെടുത്തിയത്. ഓരോ നല്ല കാര്യം കേരളത്തിൽ ചെയ്യുന്ന ഘട്ടത്തിലും അതിനെല്ലാം തടസ്സപ്പെടുത്തിയില്ലേ? നമുക്കറിയാവുന്നതാണ് 5 വർഷം എന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അസാധാരണമായ സാഹചര്യത്തിലാണ് LDF-ന് ഒരു തുടർഭരണം ഉണ്ടാകുന്നത്. അത് 3ാം തവണയും ഒരു സർക്കാരിലേക്ക്, ഒരേ മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. ഇനി അതിനൊരു മാറ്റമേ ഉണ്ടാകില്ല എന്നത് ചിന്തിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന അത്ര ആത്മവിശ്വാസത്തിന്റെ ഉപോത്ബലകമാകുന്ന ഘടകങ്ങൾ എന്താണ്? അല്ല, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. ഇപ്പം ജനങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തിനാണ് അങ്ങനെ അസ്വസ്ഥത? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പം അത് പറയാൻ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഉന്നയിച്ച ഒരു വാദത്തിനുള്ള മറുപടി എന്ന നിലയിലാണ്. UDF ആണ് ഈ പ്രചരണം ആദ്യം തുടങ്ങിയത്. UDF ഇവിടെ പ്രചരിപ്പിച്ചത് ചേലക്കരയിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം, മറ്റ് സ്ഥലത്തെല്ലാം ഞങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ ചേലക്കരയിൽ നിന്ന് 2026-ന്റെ ലിസ്ബസ് ടെസ്റ്റ് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടി വന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പറഞ്ഞല്ലോ, ഇത് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളി ചോദിച്ചു. അതപ്പോ പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയുണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ പാലക്കാട് UDF-ന്റെ കോട്ടയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷെ ചേലക്കര നിങ്ങൾക്ക് പൊളിറ്റിക്കൽ വോട്ടുള്ള ഇടമാണ് എന്ന തിരിച്ചറിവിൽ നിന്നല്ലേ ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? സർക്കാരിന്റെ വിലയിരുത്തലല്ല പാലക്കാട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ ആകെ അവലോകനം ചെയ്തുകൊണ്ട് ആ പ്രസംഗം നിങ്ങളുടെ വാർത്താ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ അത് വന്നാൽ ആ പ്രസംഗം കേൾപ്പിച്ചല്ലോ.
മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പാലക്കാട് ഞങ്ങൾക്ക് ഒരു വോട്ടും കുറഞ്ഞിട്ടില്ല. പാലക്കാട് 2021 തെരഞ്ഞെടുപ്പിൽ ആകെ കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോൾ 3 മണ്ഡലങ്ങളാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അതിൽ നിന്നും കുറെ കൂടി മുന്നോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വോട്ടും പാലക്കാട് കുറഞ്ഞിട്ടില്ല. പാലക്കാട് BJPക്ക് വോട്ട് കുറഞ്ഞു. BJPയുടെ വോട്ട് 11,277 കുറഞ്ഞു അല്ലേ? ആ വോട്ട് എങ്ങോട്ട് പോയി? അപ്പോൾ പാലക്കാട് BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാലക്കാട് ഇടതുപക്ഷത്തിന് ഒരു വോട്ടും കുറഞ്ഞിട്ടില്ല. കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പൊ ജിൻഡോ ജോൺ തുടക്കത്തിൽ പറഞ്ഞു, അയ്യോ ചിഹ്നമില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ചിഹ്നം വേണ്ട, ചിഹ്നത്തിനപ്പുറത്ത് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. കാരണം നേരത്തെയും നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിഹ്നമില്ലാത്ത ആളുകൾ മത്സരിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് എന്തോ ഒരു മോശം തെരഞ്ഞെടുപ്പാണ്, ഇടതുപക്ഷത്തിന് എന്തോ ഇത് വലിയ തിരിച്ചടിയാണ് എന്ന് മറ്റൊരാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചിഹ്നമില്ലാതിരുന്നിട്ടും വോട്ട് കൂടി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ചിഹ്നത്തെക്കുറിച്ചൊന്നും ജിൻഡോ ജോൺ ആശങ്കപ്പെടേണ്ടതില്ല. അതെല്ലാം ഞങ്ങളുടെ നയപരമായ കാര്യമാണ്, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ആരൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ ആര് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം പാലക്കാട്ടെ LDF-ന് സ്വന്തമാണ്. ഡോക്ടർ ജിൻഡോ ജോൺ നോക്കൂ, അങ്ങ് നേരത്തെ പറഞ്ഞു സഖാക്കന്മാർ തന്നെ പറയണം ഈ 3.0 വേണമോ എന്ന കാര്യം എന്ന്. ഇപ്പൊ ദേശാഭിമാനി പറയുന്നത്, ദേശാഭിമാനി എഴുതിയിരിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് രമ്യ വേണ്ട എന്നൊരു അഭിപ്രായം അവിടെ കോൺഗ്രസിനിടയിൽ ഉണ്ടായി. അങ്ങനെ കോൺഗ്രസിനെ വലിയ തോതിൽ, അവിടെ നിങ്ങൾക്കൊരു സംഘടനാ സംവിധാനമില്ല, ഉള്ള സംവിധാനത്തിൽ തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചേലക്കര ഫലം എന്നുള്ളതാണ്. പാർട്ടി മുഖപത്രമാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഉന്നയിച്ചത്. അപ്പോൾ ആ തരത്തിൽ LDF-ന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF-നുള്ള സംഘടനാ സംവിധാനത്തെ തന്നെ, ഇനി തദ്ദേശത്തെയും നിയമസഭയും ഒക്കെ നേരിടേണ്ട സംഘടനാ സംവിധാനത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഫലം എന്ന നിലയ്ക്കാണോ? എൻ്റെ പൊന്നു മാധു, നിങ്ങളൊക്കെ ഈ ദേശാഭിമാനിയിൽ വരുന്ന വാർത്തയൊക്കെ എന്തിനാണ് അതൊക്കെ എടുത്ത് വായിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ദേശാഭിമാനിയിലല്ലേ MP വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെക്കുറിച്ച് വ്യാജ വാർത്ത എഴുതിയതും, മോഹൻലാലിൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മയെ കൊന്നുകളഞ്ഞതും, മറിയക്കുട്ടിയുടെ സ്വിറ്റ്സർലൻഡിലെ മക്കളുടെ കഥ എഴുതിയതും, അങ്ങനെ നിരവധി വാർത്ത വരുന്ന പത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് മുഖപത്രം വായിക്കാതെ നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റുമോ ശ്രീ ജിൻഡോ ജോൺ? അത് വായിച്ചു പോകല്ലേ വഴിയുള്ളൂ. നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വായിക്കുമ്പോഴല്ലേ അതിൽ നിന്ന് വസ്തുത അരിച്ചെടുക്കാൻ കഴിയുക. അത് തീർച്ചയായിട്ടും നിങ്ങളത് ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ഞാനതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, ഈ ബൈ ഇലക്ഷൻ സമയത്ത് തന്നെ KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളം പുറപ്പെട്ടിട്ടുണ്ട് ഖജനാവിൽ നിന്ന്. അത് ഇപ്പം കിട്ടും, നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി. ഇനി എന്തും ആയിക്കോട്ടെ, അവരിപ്പോഴും അവർക്ക് ചേലക്കരയിൽ 27,000 ചില്ലാൻ വോട്ട് കുറഞ്ഞത് എന്താണെന്നോ, പാലക്കാട് ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും 800 വോട്ടല്ലേ കിട്ടിയുള്ളൂ എന്നോ, അല്ലെങ്കിൽ വയനാട്ടിൽ എന്താ സംഭവിച്ചതെന്നോ ഒന്നും പരിശോധിക്കാൻ ദേശാഭിമാനിക്ക് നേരമില്ല. പിന്നെ കോൺഗ്രസിനകത്ത് എന്തോ ഉണ്ട് എന്നും പറഞ്ഞ് ഇവർ ഇതിന്റെ പുറകെ നടന്നില്ലേ? അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തെരഞ്ഞു, പാതിരായ്ക്ക് നടന്നു, പിന്നെ ഒരു 3 ദിവസം എന്തൊക്കെ പരിപാടികൾ നടത്തി. ദേശാഭിമാനി ആ പണി നടത്തട്ടെ. ഞാനൊരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം തൊട്ട്, സമയം തൊട്ട് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിലയിരുത്തലായിരിക്കും. പ്ലസ് കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിരന്തര സമരം നടത്തുന്ന, നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ കൂടെ വിലയിരുത്തലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഈ ജനവിധി ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വിധിയാണ്. കാരണം പ്രതിപക്ഷത്തിന് മിന്നുന്ന വിജയമാണ് 3 മണ്ഡലത്തിൽ തന്നത്. ചേലക്കരയിൽ സാങ്കേതികമായിട്ട് LDF ജയിച്ചപ്പോഴും ഞങ്ങളുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു, ഞങ്ങളുടെ LDF-ന്റെ വോട്ട് കുറയ്ക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതും ഞങ്ങളുടെ വിജയമായിട്ട് കാണുന്നു. ഇതുപോലെ പറയാൻ, ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഈ നിമിഷം വരെ പറയാൻ LDF-ന്റെ ആർക്കെങ്കിലും സാധിച്ചോ? മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് തള്ളുന്നതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞോ എൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ? ഇവർ പത്രത്തിൽ പരസ്യം ചെയ്തോ? 8.5 വർഷക്കാലത്തെ പ്രവർത്തന നേട്ടമായിട്ട് കണ്ട് നിങ്ങൾ പാലക്കാട്ടത്തെയും ചേലക്കരയിലും വയനാട്ടിലെ മനുഷ്യർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് LDF അവകാശപ്പെട്ടില്ല, പറഞ്ഞില്ല. ഇനി ഞാൻ അതിനപ്പുറത്തേക്ക് കടത്തി പറയില്ല. സനോജ് പറഞ്ഞത് എന്താ? സഖാക്കന്മാർ സമ്മതിക്കണമെന്ന്. ഞാൻ അത് തന്നെ പറയുന്നത്. സഖാക്കന്മാർ തന്നെ ഒന്ന് ആലോചിക്കണം. അറ്റ്ലീസ്റ്റ് ആ പാവപ്പെട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെങ്കിലും ആഗ്രഹമുണ്ടാകുമോ പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിൽ വരണമെന്ന്? പെൻഷൻ കിട്ടാത്ത 10-62 ലക്ഷം മനുഷ്യർ, ആ 1,600 രൂപ മറ്റേ ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യരില്ലേ, അവർ ആഗ്രഹിക്കുന്നുണ്ടാവോ പിണറായി വിജയൻ സർക്കാർ തുടർഭരണം വരണമെന്ന്? 1,26,000 കുടുംബങ്ങൾക്ക് മേൽക്കൂരയില്ലാതെ ലൈഫ് മിഷനിൽ കിടക്കുന്നുണ്ട്. 20 കോടിയിൽ 9 കോടി രൂപ അഴിമതി നടത്തിയ നിങ്ങളുടെ പദ്ധതിയില്ലേ? ആ പദ്ധതിയിൽ ആ 1,26,000 കുടുംബങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 10-90 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോയിലും റേഷൻ കടയിലും പോയി ക്യൂ നിൽക്കുന്നുണ്ട്. കാലിയായ സപ്ലൈകോ ഔട്ട്ലെറ്റ് കണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. ഓട്ടോ വിളിച്ചൊക്കെ ഗതികെട്ട് ഒരു ദിവസം പണി ഒഴിവാക്കിക്കൊണ്ട് ആ മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയൻ സർക്കാർ തുടർഭരണം കിട്ടണമെന്ന്? രൂക്ഷമായ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന
ചെയ്യുന്ന മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയന് മൂന്നാമതൊരു അവസരം കിട്ടണമെന്ന്? 5 ലക്ഷത്തിൽ കൂടിയ തുക ട്രഷറിയിൽ നിന്ന് പാസ്സാക്കി കിട്ടാത്ത കരാറുകാരന്മാർ വിചാരിക്കുന്നുണ്ടാവോ പിണറായി വിജയന്റെ സർക്കാർ തുടർഭരണം ഡോക്ടർ ജിൻഡോ ജോൺ നോക്കൂ ഒരു നിമിഷം. അതായത് ഈ പറയുന്ന ഈ മുഴുവൻ ആരോപണങ്ങളെയും അതിനെയൊക്കെ ഇടതുവിരുദ്ധ പ്രചാരണം എന്നുള്ള നിലയ്ക്കാണ് CPM കാണുന്നത്. ഈ ആരോപണങ്ങളൊക്കെ അതിജീവിക്കാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്. കോവിഡിന്റെ ഒരു പ്രത്യേക സാഹചര്യം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാർ അധികാരത്തിന് മുന്നിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയം എന്ന് പറയുന്നത് ഇതുപോലെ വിവാദങ്ങളുടെ ഇതുപോലെയല്ല ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള വിവാദങ്ങളുടെ കുത്തൊഴുക്ക് വന്ന സമയമാണ്. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ചരിത്രം അവർക്കുണ്ട്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഒരു വോട്ടിന്റെ എന്തെങ്കിലും ഒരു വോട്ടിൽ വിജയം തന്നെയാണല്ലോ, അതിനെയും അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വിവാദങ്ങൾക്കോ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്കോ പ്രതിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ജനകീയ വിഷയങ്ങൾക്കോ തൊടാൻ പോലും കഴിയില്ല എന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നേ. സർക്കാരിന് ആത്മവിശ്വാസം ഉണ്ടായിക്കോട്ടെ മാധു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞ എന്താ ഈ പാർട്ടിക്ക് എന്തോ നഷ്ടം എന്തോ ക്ഷീണം സംഭവിച്ചു എന്നല്ലേ? ഈ പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണെന്ന് പറഞ്ഞ് പാലക്കാട്ട് മത്സരിച്ച് തോറ്റ വിജയരാഘവൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ പറഞ്ഞ എന്താ കേരളത്തിലെ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള പൊക്കിൽ കൂടി ബന്ധം നഷ്ടപ്പെട്ടു എന്നല്ലേ? വെള്ളത്തിൽ കിടക്കുന്ന മീനെ കരയിലിട്ടതുപോലെ ആ ജൈവിക ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അല്ലേ? കോൺഗ്രസിന്റെ KPCC ഓഫീസിൽ നിന്നാണ് റിപ്പോർട്ട് കൊടുത്തത് അല്ലല്ലോ? ഇനി അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ ഇപ്പൊ സ്ക്രോൾ പോകുന്നത് എന്താ? CKP പത്മനാഭൻ എന്ന് പറഞ്ഞവരുടെ മുൻ MLA കണ്ണൂർ ജില്ലക്കാരനെ പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ നീക്കുന്ന എന്തിന്റെ പേരിൽ ആ മനുഷ്യനെ നീക്കിയേ? ആ മനുഷ്യനെ ആരോപണം P ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ രോഗിയാക്കിയത് P ശശിയാണെന്ന് വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ എത്ര മാസക്കാലമായി ഇതേവരെ ആ വിഷയം അഡ്രസ് ചെയ്തില്ല CPM. ഇന്ന് അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കി. അപ്പോൾ അത്തരം മനുഷ്യർ പറയട്ടെ പിണറായി വിജയന് തുടർഭരണം കിട്ടണോ എന്ന്. കോൺഗ്രസിന്റെ അഭിപ്രായം നോക്കണ്ട. ഇവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഇവരുടെ റിസൾട്ട്? അന്ന് തൃശ്ശൂർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ബാലൻസ് ചെയ്ത് കണക്ക് കൂട്ടാൻ പാടില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയാണ് മറ്റേ ചേലക്കര കിട്ടിയതെന്ന്. അപ്പൊ ഇവർക്ക് സൗകര്യമുള്ള പോലെ സ്കെയിൽ മാറ്റി കളിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ഈ സർക്കാരിന് തുടർഭരണം കൊടുക്കണ്ട എന്ന് തന്നെയാണ് ചേലക്കരയിലെ റിസൾട്ട് ഉൾപ്പെടെ പ്രൂവ് ചെയ്യുന്നത്. ഇനി അതിനപ്പുറത്ത് പറഞ്ഞാൽ UDF വികസന പ്രവർത്തനം തടഞ്ഞു. ഞങ്ങൾ കേരളയിലെ വികസന പ്രവർത്തനം തടഞ്ഞോളൂ. ഇവിടെ 1600 രൂപ പെൻഷൻ കൊടുക്കാത്ത സർക്കാർ 2.5 ലക്ഷം കോടി രൂപയുടെ കേരളയിൽ കൊണ്ട് ഈ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ തടയും, നാളെയും തടയും, ഇനി അങ്ങോട്ടും തടയും. അതൊരു വികസന പ്രവർത്തനമായിട്ടല്ല കാണുന്നത്, അതൊരു വിനാശ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തടഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നോക്കൂ. ട്രാക്ടർ തുടങ്ങി, കമ്പ്യൂട്ടർ തുടങ്ങി, പ്രീ ഡിഗ്രി ബോർഡ് തുടങ്ങി എത്ര പരിപാടികളെ നിങ്ങൾ തടഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കൊച്ചി മെട്രോ കൊടുന്നു, ഞങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ട് കൊടുന്നു, വിമാനത്താവളം കൊടുന്നു, ഞങ്ങൾ സ്റ്റേഡിയം കൊടുന്നു, ഞങ്ങൾ ഗോശ്രീ പാലം കൊടുന്നു, ഞങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ കൊടുന്നു, സ്മാർട്ട് സിറ്റി കൊടുന്നു, ഇൻഫോ പാർക്ക് കൊടുന്നു. നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനി മാസപ്പടി കേസുമല്ലേ? അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് വികസന പ്രവർത്തനം നടത്താൻ പറ്റിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്ന ഞാൻ ഇടപെടുകയാണ്. ശ്രീ VP ശ്രീ പത്മനാഭൻ, നോക്കൂ, ഇപ്പോ ഈ ശരിയാണ്, ഓരോ തെരഞ്ഞെടുപ്പോ വരുമ്പോഴോ കേരളത്തിലെ ഒരു മതനിരപേക്ഷ സമൂഹം ആശങ്കപ്പെടുന്ന ഒരു കാര്യം, തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലെങ്കിലും ഉപയോഗിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സാമുദായികമായി പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ വോട്ടിനെ വിഭജിക്കാൻ സാമുദായിക താല്പര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന ആശങ്ക തുടർച്ചയായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തുടരുകയാണ്. പക്ഷേ അങ്ങനെയല്ല, കേരളത്തിലെ ജനത അങ്ങനെ കണ്ണുകെട്ടി കളിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല എന്നൊരു പ്രതീക്ഷയും കൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി ചവച്ചു തുപ്പി വെക്കുന്ന വർഗീയ വിഷം അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊണ്ട്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി എന്നാണ് പൊതുവിൽ പറയുന്നത് കേട്ടോ, അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലേത് എന്നുള്ളത് വലിയ പ്രതീക്ഷയും നൽകുന്നൊരു കാര്യമാണ്. എന്നാൽ നോക്കിപ്പോൾ പല വിഷയങ്ങളിൽ അത്തരം ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ഇവിടെ കേരളത്തിൻ്റെ സൗഹാർദ്ദമുള്ള മനസ്സിനെ അഡ്രസ്സ് ചെയ്ത് മനസ്സിലാക്കി ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള പിഴവ്, അത് മനസ്സിലാക്കി തരുന്ന ഫലം കൂടിയാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലും, അതായത് ഞങ്ങൾക്ക് ഏതാണ്ട് അതേ വോട്ട് കിട്ടിയ വയനാട്ടും 9,600 വോട്ട് കൂടിയ ചേലക്കരയിലും 10 ചില്ലാനം വോട്ട് കുറഞ്ഞ പാലക്കാടും ഞങ്ങൾ പറഞ്ഞത് ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ്. ഞങ്ങളിവിടെ കൃഷിക്കാർക്ക് 4 മാസം കൂടുമ്പോൾ 2000 രൂപയുടെ കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നു. ഞങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇപ്പോൾ 70 വയസ്സിന് മേലെയുള്ള എല്ലാ ആളുകളെ വരുമാനം നോക്കാണ്ട് ഉൾപ്പെടുത്തി
ഞങ്ങൾ നാഷണൽ ഹൈവേ 66, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെ പണി 66,000 കോടി രൂപ ചെലവിൽ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നു. ഞങ്ങൾ കേരളത്തിന് ഗെയിൽ പദ്ധതി കൊണ്ടുവന്നു. ഞങ്ങൾ കേരളത്തിൽ സൗജന്യമായി കോവിഡ് കാലം മുതൽ ആരംഭിച്ച സൗജന്യ റേഷൻ പദ്ധതി ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു. ഞങ്ങൾ കേരളത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ സൗജന്യ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിൽ ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഏതാണ്ട് 4 ലക്ഷം വീടുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ 3 സ്ഥലത്തും പറഞ്ഞത്. ഇതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനപ്പുറം ഞങ്ങളെ ലഘുലേഖ ഇവിടെ പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. ഞങ്ങൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്ത ലഘുലേഖ, ഞങ്ങൾ ചേലക്കരയിൽ വിതരണം ചെയ്ത ലഘുലേഖകൾ, ഞങ്ങൾ പാലക്കാട് വിതരണം ചെയ്ത ലഘുലേഖകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത് എന്നുള്ളതാണോ? അത് മാത്രമാണോ ഉന്നയിക്കപ്പെട്ടത്? നോക്കിപ്പോ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്. കോൺഗ്രസും CPM-ഉം തമ്മിൽ ഡീലുണ്ട്. ഷാഫി പറമ്പിലിന് CPM മതം നോക്കി വോട്ട് വീതം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ, അതായത് വർഗീയ വോട്ടുകൾ മാത്രമാണോ CPM-ന് അങ്ങനെയാണെങ്കിൽ കിട്ടിയത്? മതനിരപേക്ഷ വോട്ടൊക്കെ നിങ്ങൾ കോൺഗ്രസിന് കൊടുത്തെങ്കിൽ എന്ന ചോദ്യം ഉന്നയിച്ചത് BJP-യുടെ നേതാക്കളാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിഷയം തുടർച്ചയായി ഉന്നയിക്കപ്പെട്ടല്ലോ. കൽപ്പാത്തിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ വിഷയങ്ങളിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിഫലിച്ചില്ലേ? വഖഫ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു നിയമമാണ്, ഒരു ഭേദഗതിയാണ്. അത് പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പൊ അങ്ങ് നേരത്തെ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വഖഫ് ബോധപൂർവ്വം മാറ്റിവെച്ചത്? ഞങ്ങൾ അത് പരസ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പൈലറ്റ് ചെയ്യപ്പെട്ട് JPC-ക്ക് വിട്ടൊരു നിയമമാണ്. ഞാൻ പറയരുത് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത്തരം കാര്യങ്ങൾ എണ്ണി പറഞ്ഞു, അതിൽ പക്ഷെ പരാമർശിച്ചില്ല. വേണ്ട ഉത്തരം പറയട്ടെ, ഉത്തരം പറയട്ടെ. പിന്നെ ഷാഫി പറമ്പിന്റെ ജാതി മതം ആരാ പറഞ്ഞത്? കാഫർ വിവാദം എവിടെ ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത്? BJP-യാ ആണോ? 4 മാസമായിട്ടേ ഉള്ളൂ വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഷാഫിൻ്റെ ജാതി മതമൊന്നും വടകര പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും ഒരു കേസില്ല. ആര് പറഞ്ഞു ഷാഫിൻ്റെ മതം വടകരയിൽ കാഫിർ വിഷയം ഇല്ലാത്ത സ്ക്രീൻഷോട്ടൊക്കെ ആരുണ്ടാക്കി? പോലീസ് അന്വേഷിക്കട്ടെ. അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങളെ വലിച്ചഴക്കേണ്ട. വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ വടകരയിലെ കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ട്, പാലക്കാട്ടെ കാര്യം അങ്ങേക്ക് ഓർമ്മയില്ല. ഞങ്ങൾ വഖഫ് പറഞ്ഞിട്ടുണ്ടെന്ന്. വഖഫ് ഇന്ത്യ രാജ്യത്തുള്ള നിയമമാണെന്ന് ഞങ്ങൾ അവതരിപ്പിച്ച നിയമമാണ്. ഇനിയും പറയും, നാളെയും പറയും, മറ്റന്നാളും പറയും. ഡിസംബർ മാസത്തിൽ കൂടാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി SDP-യുടെ വോട്ട് നേടിയാണ് കോൺഗ്രസ് ഈ വിജയം, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന വോട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? അതെ, തെരഞ്ഞെടുപ്പ് ശേഷം വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ കാണണോ? അല്ല, ആ വീഡിയോ ഒക്കെ നമ്മളും കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം കോൺഗ്രസിനോട് ഉണ്ടായതുമാണ്. സകല രാജ്യവിരുദ്ധ ശക്തികളുടെയും സകല വിഘടിത ശക്തികളുടെയും കേന്ദ്രമായ UDF എന്ന് പറഞ്ഞില്ലേ? അതെ, പറഞ്ഞതിൽ നുണയുണ്ടോ? അല്ല, നുണയുണ്ടോ എന്ന് പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഞാൻ പറഞ്ഞത് അങ്ങ് നേരത്തെ പക്ഷെ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചാൽ ഞങ്ങൾ SDP-യുടെ വിജയാഹ്ലാദം അല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താ? SDP-യുടെ പിന്തുണ വേണ്ട എന്ന് UDF പറയാൻ തയ്യാറായിട്ടില്ല. SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ SDP-ഐ ആഹ്ലാദ പ്രകടനം നടത്തിയില്ലേ? പാലക്കാട് അങ്ങാടിയിൽ നടത്തിയില്ലേ? വീഡിയോ കേരളം മുഴുവൻ കണ്ടില്ലേ? അപ്പം ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ, നുണയാണോ? ഞങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കും. അല്ല, പക്ഷേ കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. SDP-ഐ ഒരു ജാഥ നടത്തിയിട്ടുണ്ടെങ്കിൽ, വിജയാഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ. അല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് SDP-ക്കാർ ജാഥ നടത്തിയതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് SDP-ക്കാർ ജാഥ നടത്തിയത്. ഞങ്ങൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, SDP-യുടെ പിന്തുണ വേണ്ടാന്ന് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് കോൺഗ്രസ് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. 1. 2, SDP-ഐ കോൺഗ്രസ് ജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പച്ച പരമാർത്ഥാണ്. ഒരു നുണയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ്. വഖഫ്, മുനമ്പം, ഇതിലൊന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ലാന്ന്
ഏത് പാതിരയ്ക്കും ഞങ്ങൾ വിളിച്ചു പറയും. വഖഫ് വിഷയമുണ്ട്, പാലക്കാട് കൽപ്പാത്തിയിലുണ്ട്, നൂറിനിയിലുണ്ട്, ധോണിയിലുണ്ട്, വിഷയമുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നോട്ടീസ് കിട്ടി, പലർക്കും നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. കൽപ്പാത്തി മേഖലയൊക്കെ നിങ്ങൾക്ക് ആദ്യഘട്ടം മുതൽ വലിയ പിന്തുണ നൽകുന്ന ഇടമായിരുന്നു. ആദ്യഘട്ടത്തിൽ ആദ്യ റൗണ്ടിലെ വോട്ടും ലീഡ് നിലയും നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. രണ്ടാം റൗണ്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 258 വോട്ടിന്റെ ലീഡ് പിടിക്കുന്നത്. ആദ്യത്തെ ലീഡ് വന്നപ്പോൾ പക്ഷെ സി കൃഷ്ണകുമാറിന്റെ മുഖത്തോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കളുടെ മുഖത്തോ സന്തോഷമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ലീഡ് അവിടെ പോരാ എന്ന് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഈ പറയുന്ന കൽപ്പാത്തി മേഖല പോലും ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിഷയങ്ങളല്ല കേരളത്തിലെ രാഷ്ട്രീയ വോട്ടിനെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന്. അതെ, ചാവക്കാട് വഖഫ് വിഷയം ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞിട്ടുണ്ട്. ചാവക്കാട്ടെ വഖഫ് വിഷയം ചേലക്കരയിൽ പറഞ്ഞു. ഒരേ ജില്ലയാണല്ലോ, തൃശ്ശൂർ ജില്ലയാണല്ലോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ ഞങ്ങൾക്ക് വോട്ട് കൂടിയത് ചാവക്കാട്ടെ വഖഫ് വിഷയം ആണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഞാനെന്തിനാ സമ്മതിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആ വോട്ടിനെ സ്വാധീനിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരു വിഷയങ്ങൾ, ഒരേ വിഷയങ്ങളാ പറഞ്ഞത്. ചേലക്കരയിൽ വോട്ട് കൂടിയില്ലേ? ചാവക്കാട്ടെ വഖഫ് ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞിട്ടുണ്ട്. ചാവക്കാട് മണത്തലയിൽ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ സമ്മതിക്കോ? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ 3 സ്ഥലത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊരു വ്യത്യാസമില്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒരേ കാര്യം പറയാനുള്ളൂ. ഒരു സ്ഥലത്ത് ഒരു കാര്യം പറയാ, വേറെ സ്ഥലത്ത് വേറെ കാര്യം പറയാൻ പാടില്ലായിരുന്നു. ശരി ശരി. ശ്രീ പത്മനാഭൻ, എന്താ നോക്കൂ, ശ്രീ വി കെ സനോജ്, ചേലക്കരയിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ അധികം പിടിച്ചിട്ടുണ്ട് BJP. അവർക്ക് 28-ൽ നിന്ന് 33% വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. 24,000-ൽ നിന്ന് 33,000-ആയി ഏതാണ്ട് വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. 15-ൽ നിന്ന് 21-ആയി വോട്ട് ശതമാനത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അതായത് കൽപ്പാത്തിയിൽ ഏശിയില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചേലക്കരയിൽ ഏശിയിട്ടുണ്ട്. നിങ്ങളുടെ വോട്ടാണ് അവിടെ കുറഞ്ഞത്, നിങ്ങളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് കുറവുണ്ടായത്. നിങ്ങളുടെ വോട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നുണ്ട്. BJPയെ പ്രതിരോധിക്കാൻ ആകെ കഴിയുന്നത് CPM-ന് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശവാദം. BJPയുമായുള്ള ഡയറക്റ്റ് ഫൈറ്റ് എന്ന് തെളിയിക്കുന്ന വോട്ട് വ്യത്യാസത്തിലാണ് പാലക്കാട് UDF മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. ചേലക്കരയിൽ നിങ്ങൾ വിജയം സ്വന്തമാക്കി. അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അവിടെ വോട്ട് ഗെയിൻ ഉണ്ടായത് BJPക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് 2011-ലും 2016-ലും കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാധാകൃഷ്ണൻ സഖാവിന് കിട്ടുന്ന വോട്ടാണ്. രാധാകൃഷ്ണൻ സഖാവ് മത്സരിച്ച ഘട്ടത്തിലെല്ലാം അവിടെ വോട്ടിംഗ് നിലയിൽ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ ഇടതനുകൂല തരംഗമുണ്ടായിട്ട് 2016-ൽ UR പ്രദീപ് മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടേക്കാൾ കൂടുതൽ ഞങ്ങൾ കിട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതികമായി പാലക്കാടുമായി താരതമ്യം ചെയ്താൽ ശരിയായി നിലനിൽക്കുന്ന ഒന്നല്ല. കാരണം പാലക്കാട്ട് BJPക്ക് ഇതേ സമവാക്യമുണ്ട്. അവർക്ക് 2016-ലും അവർക്ക് 2016-ൽ കിട്ടിയ, ഒരു നിമിഷം ശ്രീ സനോജ് ഒന്ന് വിശദീകരിക്കട്ടെ, അവർക്ക് 2016-ൽ കിട്ടിയ വോട്ട് ഏതാണ്ട് 1000 വോട്ടിന് മാത്രം വ്യത്യാസത്തിൽ അവർക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ UR പ്രദീപുമായി താരതമ്യം ചെയ്ത് അതേപോലെ അവർക്ക് പറയാൻ കഴിയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പെടുത്ത വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന്? എന്നിട്ട് നിങ്ങൾ പറയുന്നു രാധാകൃഷ്ണൻ സമാഹരിക്കാൻ കഴിഞ്ഞ അധികം വോട്ടെന്ന്, അവരപ്പുറത്ത് പറയുന്നു E ശ്രീധരൻ സമാഹരിക്കാൻ കഴിഞ്ഞ അധികം വോട്ട് എന്ന്. അപ്പൊ നിങ്ങൾ പാലക്കാട് BJPക്ക് ഈ പറയുന്ന ഇടിവുണ്ടായില്ല എന്ന് സമ്മതിക്കുമോ? ചേലക്കരയിൽ നിങ്ങൾക്ക് ഇടിവുണ്ടായില്ല എന്ന് സമർത്ഥിക്കാൻ? ചേലക്കരയിൽ ഞങ്ങൾക്കൊരു ഇടിവുണ്ടായിട്ടില്ല. ചേലക്കരയിൽ കോൺഗ്രസ് വ്യാപകമായി പ്രചരിപ്പിച്ചത് ഈ 2026-ൽ നടക്കാൻ വേണ്ടി പോകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റായിട്ട് ഇത് മാറും എന്നാണ്. അങ്ങനെ ഒരു ടെസ്റ്റായിട്ട് മാറിയിട്ടില്ല. അവരായിരുന്നു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചത്. ആ പ്രചരണമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോഴാണ് അവർ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഈ നിരാശയിൽ നിന്ന് ഇതുപോലെയുള്ള പല വാദങ്ങളും ഉന്നയിക്കുന്നത്.
അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പിടിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് 83,000 വോട്ട് ഉണ്ടായിരുന്നിടത്ത് 64,000 വോട്ടായി ചുരുങ്ങിയാൽ അതൊരു ഇടിവല്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് 100 തവണ പറഞ്ഞാൽ യാഥാർത്ഥ്യമാകില്ല. എന്താ കെ രാധാകൃഷ്ണൻ കേരളത്തിലെ CPM-മായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണോ? നൂലിൽ കെട്ടിയിറക്കിയ ആളാണോ? അല്ല, CPM-ന്റെ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന് CPM-ന്റെ സകല നേതാക്കൾക്കുമുള്ള മുഴുവൻ സാധ്യതകളും വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് CPM-ന് അപ്പുറത്തേക്ക് ഒരു നേതാവും പാർട്ടിക്ക് അതീതനല്ല എന്നല്ലേ നിങ്ങൾ പറയാറ്? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടുന്ന വോട്ട് UDF-ന്റെ മറ്റാളുകൾ മത്സരിച്ചപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടോ? ഷാനവാസ് മത്സരിച്ചപ്പോൾ വയനാട് കിട്ടിയ വോട്ട് എത്രയാ? എന്നാൽ ഇപ്പൊ അതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയാം. അപ്പോൾ അതിനൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാവുമ്പോൾ അങ്ങനെയെല്ലാമുള്ള ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഞങ്ങളുടെ വോട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല. UDF ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി UDF മാത്രമല്ല, നിങ്ങൾ മാധ്യമങ്ങളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള പ്രചരണമായിരുന്നു. ഇതാ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് അടിപതറും, അതോടുകൂടി കേരളത്തിന്റെ ഭരണം ഇല്ലാതാവും, അതോടുകൂടി ഇടതുപക്ഷത്തിനെതിരായി ശക്തമായ കടന്നാക്രമണം സംഘടിപ്പിക്കാം. മാധ്യമങ്ങളുടെ നുണപ്രചാരണം, പ്രതിപക്ഷത്തിന്റെ വിവാദ കൃഷി, ഇതൊന്നും നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതല്ലേ നിങ്ങളുടെ ആത്മവിശ്വാസം? അപ്പൊ എങ്ങനെ 10 രൂപയുടെ വോട്ട് കുറഞ്ഞത്? 10 രൂപയുടെ വോട്ട് കുറഞ്ഞത് ഇതുകൊണ്ടാണോ? അപ്പൊ ഇതിനൊക്കെ സ്വാധീനശേഷി ഉണ്ട് എന്നാണോ? ഞങ്ങൾക്ക് 2016 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. 2016 യുവാ പ്രതി മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട്. 2016 ശേഷം 8 വർഷത്തെ തുടർച്ചയായ ഭരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തുടർഭരണം ആകെ അപകടമാണെന്നും ഈ 8 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നും ജിൻഡോ ജോൺ ഇവിടെ വലിയൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കും പോലെ പ്രസംഗിച്ചു. പക്ഷെ ജിൻഡോ ജോണിന്റെ പ്രസംഗം എവിടെയും ഏസിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വന്നിട്ട് ഈ ചാനലിൽ പ്രസംഗിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. എന്തുകൊണ്ട് പത്രപരസ്യം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നില്ല എന്നാ പറയുന്നത്? ആര് പറഞ്ഞു പത്രപരസ്യം കൊടുക്കുന്നില്ല? സർക്കാർ പറയുന്ന കാര്യങ്ങൾ, സർക്കാർ പ്രകടന പത്രികയുടെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ എണ്ണി ചെയ്ത കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജിൻഡോ ജോൺ ചില കാര്യങ്ങൾ പറഞ്ഞത്. ട്രാക്ടറിനെ എതിർത്തു, കമ്പ്യൂട്ടറിനെ എതിർത്തു. അത്ര നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആരോപണങ്ങൾ ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഇതൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യമാണ്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ അനുഭവം? വീട്ടിൽ വൈകുന്നേരം ഇതുപോലെയുള്ള ചർച്ച വെക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ TV തുറന്നു വെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനുഭവമായിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്? ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ പാർട്ടിക്ക് അതീതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയം അതിനെ സാധൂകരിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന് അവരുടെ പരമാരാധ്യരായ നേതാക്കളാണ്. കെ രാധാകൃഷ്ണൻ തലപ്പൊക്കക്കുറവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ദേശീയ നേതൃത്വത്തിൽ നിന്ന് നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും സീതാറാം യെച്ചൂരി ഒരു ഘട്ടത്തിൽ കേരളത്തിൽ മത്സരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെയെല്ലാം CPM സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ് ആത്യന്തികമായി ഇതിന്റെ എല്ലാം പരിഹാരം എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചിലപ്പോൾ വോട്ട് കൂടും, അടിസ്ഥാനപരമായ വോട്ടുകൾക്ക് മാറ്റമുണ്ടോ എന്നാണ് ഇവിടെ ചർച്ച. തിരിച്ചു വന്നില്ലേ എന്ന ചോദ്യം കൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളെ മുഴുവൻ പ്രതിരോധിക്കുന്ന CPM തന്നെ ചോദിക്കണം, തെരഞ്ഞെടുപ്പാണോ ഇതിനൊക്കെ പരിഹാരം എന്ന്. അത് കറക്റ്റാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, SDP-യുടെ പിന്തുണ വേണ്ട എന്ന്, SDP-യുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന് പറയാൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. SDP-ഐ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ഓരോ ഘട്ടത്തിലും SDP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, SDP അതിനുശേഷം നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉയർത്തിയത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് CPM-ഉം BJP-യും ഒരേ സ്വരത്തിലാണ്. ഇതിനെ സംശയലേശമന്യേ ഒരിടയും നൽകാതെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ, അതോ പോരുന്ന വോട്ട് പോരട്ടെ എന്നാണോ? അല്ല മാധു, അത് കൃത്യമായിട്ട് അത് ഞങ്ങൾ പറയാമല്ലോ. ഇവിടെ സനോജ് പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് ചിഹ്നം വേണ്ട എന്ന് പറഞ്ഞു. ചിഹ്നമില്ലാതെ മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് 800 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പാലക്കാട് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടെ നിന്ന് സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും, മരപ്പെട്ടിയും അല്ലെങ്കിൽ ഇനാമേച്ചിയും ആകുമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് AK ബാലനാണ്. ഇവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്ന് കരഞ്ഞത് കൊണ്ടാണ് ദിണ്ടിഗലും മധുരയും അതുപോലെ രാജസ്ഥാനിലെ സിക്കറിലും 3 സീറ്റ് ഞങ്ങളുടെ കൂടി സഹായത്തോടെ ഇവർ ജയിച്ച് പാർലമെന്റിൽ ഇവരുടെ ചിഹ്നം സംരക്ഷിച്ച് പാർട്ടിയുടെ ദേശീയ പാർട്ടി പദവി ഇവർക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ചിഹ്നം വേണ്ടെന്ന് സനോജിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് AK ബാലനെ കൂടി ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് സംഘടനാ സ്ട്രക്ചർ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ അവിടെ 3-ാം സ്ഥാനത്ത് പോകുന്നത്? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 3-ാമത് പോകുന്നത്. സംഘടനാ സ്ട്രക്ചറിൽ ദൗർബല്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അംഗീകരിക്കണം. ഞങ്ങൾക്ക് ചേലക്കരയിൽ കുറച്ച് കുറവുകളുണ്ടായി, അത് തിരുത്തി ഞങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷം നിങ്ങളുടെ കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. ഇതില്ല എന്ന് കള്ളം പറയേണ്ട ബോധ്യം എനിക്കില്ല. അടുത്തത് SDPI വോട്ട്. BJPയുടെ പ്രതിനിധിയും CPMന്റെ പ്രതിനിധിയും കൃത്യമായിട്ട് പറഞ്ഞു SDPയുടെ വോട്ട് ചാനലൈസ് ചെയ്ത് കോൺഗ്രസ് ജയിച്ചു. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 180-ൽ 104 ബൂത്തുകളും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്താണ് വരുന്നത്. അവിടെ എത്ര SDPക്കാർ വോട്ട് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയും മൃഗീയ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്നത്? അവിടെ RSSകാർ വോട്ട് ചെയ്തിട്ടില്ലേ? അവിടെ CPMമാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ട് SDPയിലോ RSSലോ CPMലോ, CPM ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. ആളുകളെ കൊല്ലുന്നതും കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതുമാണ് തീവ്രവാദ സംഘടനകളുടെ സ്വഭാവമെങ്കിൽ അതിൽ CPMും പെടും. CPMും RSSും SDPI ഉൾപ്പെടെയുള്ള മുഴുവൻ തീവ്രവാദ സംഘടനകളുടെയും സംഘടനാപരമായ ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തടയണം. എന്തിനാന്ന് വസീഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളും അത് തന്നെ ചോദിക്കുന്നത്. SDPIക്കാരനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ PDPക്കാരനോ RSSകാരനോ CPMകാരനോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ആ വോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ എങ്ങനെ തടയാൻ പറ്റും? അവരുടെ കൈവിരൽ പിടിച്ച് തടയാൻ പറ്റുമോ? ഇനി അതിനപ്പുറത്ത് PDPയുടെ വോട്ട് വേണ്ടെന്ന് CPM പറഞ്ഞോ? നിങ്ങൾക്ക് പിന്തുണ തരില്ല എന്ന് പറയുമ്പോൾ അവരുടെ വേട്ട എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. PDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. നിങ്ങളുടെ P ജയരാജൻ പുസ്തകത്തിൽ എഴുതിയ തീവ്രവാദ സ്വഭാവമുള്ള മദനിയുടെ പാർട്ടി PDPയുടെ പിന്തുണ വേണ്ടെന്ന് CPM പറഞ്ഞോ? RSS ഇതുപോലെ തന്നെ സമാനമായിട്ട് ഗാന്ധി വധത്തിന്റെ പേരിൽ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ട ഒരു സംഘടന RSSന്റെ വോട്ട് വേണ്ടെന്ന് BJP പറഞ്ഞിട്ടില്ലല്ലോ. കൂട്ടത്തിലെ ചിത്രങ്ങളുമായിട്ടാണ് SDPI പ്രകടനം നടത്തിയത്. അത് രാഷ്ട്രീയമായ മോശം സന്ദേശം നൽകുന്നതാണ്. ഞങ്ങൾക്ക് അത്തരം പ്രകടനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പറയാനുള്ള ധൈര്യമില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന്. ഞങ്ങൾ പറഞ്ഞു SDPയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ഒരു വർഗീയ ഞങ്ങൾ പറഞ്ഞല്ലോ. കോൾ കട്ടായിരുന്നു. എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ പകുതി കേൾക്കാതെ കൈരളി ചാനലിന്റെ വീഡിയോ കേട്ടിട്ട് എന്താ കാര്യം? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അർത്ഥമില്ല. SDPI CPM RSS ഉൾപ്പെടെയുള്ള വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഇനി നിങ്ങൾക്ക് SDPI തള്ളി പറയാനുള്ള അവകാശം. മഹാരാഷ്ട്ര കോളേജിലെ അഭിമന്യുവിനെ കുത്തിക്കൊന്ന് പോസ്റ്റ്മോർട്ടം പിറ്റേന്നല്ലേ തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ നിങ്ങൾ SDPI പഞ്ചായത്ത് ഭരണം അല്ലേ? 2011 നിങ്ങൾക്ക് തൊട്ടുകൂടാ. എല്ലാ വർഗീയവാദികളെയും 10-30 വർഷക്കാലം അവരുടെ വോട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ച വേണ്ടെന്ന് അവർ തരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ നിങ്ങൾ വെമ്പായം പഞ്ചായത്തിൽ SDPയുടെ വോട്ട് വാങ്ങി പഞ്ചായത്ത് എന്തുകൊണ്ടാ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് 30 വർഷക്കാലം മേടിച്ച പാർട്ടിയല്ലേ? ശരി, അത് കഴിഞ്ഞില്ല. അങ്ങനെ തർക്കിച്ചു പോയിട്ട് പ്രേക്ഷകർക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഈ വിഷയം ചൂടേറിയ വിഷയമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന വോട്ട് വിഭജനമൊക്കെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വേണോ, സാമുദായിക താല്പര്യങ്ങളുടെയും സമ്മർദ്ദ ശക്തികളുടെയും അടിസ്ഥാനത്തിൽ വേണമോ എന്ന കാര്യം കേരളം തീരുമാനിക്കേണ്ടതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.